everyone. ഹായ്. അപ്പോൾ നമ്മുടെ ചാനലിപ്പം മോണിറ്റൈസ് ആയിട്ടുണ്ട്. ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ ഈ മോണിറ്റൈസേഷൻ ആവുകയെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. സോ അതിലേക്ക് എത്തിയ കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒക്ടോബറിലാണ് കാര്യമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. വിത്തിൻ 4 months തന്നെ നമുക്ക് മോണിറ്റൈസേഷനായി. ഓക്കെ, ആക്ച്വലി നമ്മളിത് എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ആകെ അറിയുന്നത് യൂട്യൂബിൽ കുറേ പ്രൊഫഷണൽ ആയിട്ട് എടുത്തവരുണ്ട്, അങ്ങനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. യൂട്യൂബ് എന്താണെന്ന് അതിനെ പറ്റിയൊന്നും അറിയില്ല. വീഡിയോസ് കാണാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. സോ ഒരു എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. മോണിറ്റൈസേഷൻ ആവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല, സ്വാഭാവികം. നമ്മൾ കുറേ വീഡിയോസ് ട്രാവൽ ചെയ്യാറുണ്ട്. ട്രാവലിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഒന്നും ഒട്ടും റീച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഐഡിയ സ്റ്റാർസിങ്ങൾ ശ്രീരാഗില്ലേ, ശ്രീരാഗിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ലുലുമാളിൽ ശ്രീരാഗിൻ്റെ ഒരു ലൈവ് കൺസേർട്ട് ഉണ്ടായിരുന്നു. ശ്രീരാഗിൻ സ്റ്റാർ സിംഗേഴ്സിൻ്റെ മൊത്തം ഉണ്ടായിരുന്നു. സോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ നല്ല റീച്ച് കിട്ടി വീഡിയോയ്ക്ക്. അങ്ങനെയാണ് ഓക്കെ, മ്യൂസിക് റിലേറ്റഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ റീച്ചും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് മ്യൂസിക് റിലേറ്റഡ് പോകുന്നതും സ്റ്റേജ് ഷോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. ജസ്റ്റ് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും മോണിറ്റൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയില്ല. നമ്മുടെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഓരോന്ന് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് വ്യൂവേഴ്സും വാച്ചവേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ സെറ്റിങ്സിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അനലിറ്റിക്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ മനസ്സിലായത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 പബ്ലിക് വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 million ഷോർട്സ് വ്യൂ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. സോ അത് ഞാൻ വിചാരിച്ചത് ഷോർട്സിന് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് കമ്പയർഡ് ടു വീഡിയോ. സോ ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 3 months നമുക്ക് ഷോർട്സ് 10 million അടിക്കണം, എന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കാര്യമില്ല, പിന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ. അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് കിട്ടണം. 3 million മീൻസ് 10 million വ്യൂസ് കിട്ടണം വിത്തിൻ 3 months. ആദ്യം അതായിരിക്കും പറ്റുമെന്ന് തോന്നി. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് പോസിബിൾ അല്ല. കാരണം എത്രയ്ക്കായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 6 ലക്ഷം 7 ലക്ഷമൊക്കെ ടോട്ടൽ ഷോർട്സ് വ്യൂ കിട്ടുന്നുള്ളൂ ഡെയിലി വെച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് പോലും. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഷോർട്സ് അപ്ലോഡ് ചെയ്യും, കാരണം ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. ആക്ച്വലി എനിക്ക് വിത്തിൻ 2 months തന്നെ പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സായി. വാച്ച് അവേഴ്സാണ് കൂടാണ്ടിരുന്നത്. ആക്ച്വലി അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് വളരെ വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ 2 months ആയിട്ടും വാച്ച് അവേഴ്സ് ഇല്ലെന്ന്. ആക്ച്വലി നമുക്ക് 1.5 month ആയപ്പോൾ ഏകദേശം 3000 വാച്ച് അവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് അനാലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അതിൽ ഏകദേശം 3800 hours നമ്മൾ റീച്ചായി 1.5 month കൊണ്ട്. പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ വാച്ച് അവർ ഒന്നും കാണുന്നില്ല. ഏകദേശം ഒരു 1500 വാച്ച് അവർ മാത്രമേ ഉള്ളൂ, ഒരു 2000 hours കാണുന്നില്ല. ഞാനാകെ എന്താ പറയുക, എന്താ പറ്റിയത് അറിയാം. ആദ്യം വിചാരിച്ചു എന്തെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, ബിക്കോസ് അവർക്കും തെറ്റ് പറ്റുമല്ലോ. സോ നോക്കുന്ന സമയത്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത സംഭവങ്ങൾ, വീഡിയോയിലാണ് നമുക്ക് വാച്ച് അവേഴ്സ് ഇത്ര കിട്ടിയത്. പിന്നെ വീഡിയോ നോക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത പല വീഡിയോസ് അതിൽ കാണുന്നില്ല. നോക്കുമ്പോൾ അതൊക്കെ ഷോർട്സ് കയറിയിട്ടുണ്ട്. അതായത് ഈ ഷോർട്സിനും വീഡിയോയിലും നമുക്കൊരു ലെങ്ത്ത് വിടുത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക, ഹൈറ്റിനേക്കാളും കൂടുതലായിരിക്കണം എപ്പോഴും വിടുത്ത് വരുന്നത്, അല്ലെങ്കിൽ അത് ഷോർട്സ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ഞാൻ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസൊക്കെ അത് ഷോർട്ടിലേക്ക് കൺവേർട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു.
ആകെ നമ്മൾ വിഷമിച്ചു പോയി. കാരണം നമ്മൾ ഏകദേശം മോണിറ്റൈസേഷൻ ആവാനായപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ വാച്ച് അവേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയ സമയത്ത് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നുകൊണ്ട് കുറേ പേർക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വലിയൊരു മിസ്റ്റേക്ക് ഫസ്റ്റ് ടൈം തന്നെ പറ്റി. അങ്ങനെ ആകെ സാഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, എന്നാലും ഷോർട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെയിലി ബിഫോർ മോണിറ്റൈസേഷനൊക്കെ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എപ്പോഴും ഇങ്ങനെ റീച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റീച്ചിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എഗെയിൻ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. മെയിനായിട്ട് ഈ വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ നമ്മൾ ലെങ്ത്തും വിടുത്തൊക്കെ നോക്കി. ഷോർട്സ് ഉണ്ട്, പക്ഷേ അത് കൂടുതൽ വീഡിയോസ് ഇടാൻ നോക്കി. അങ്ങനെ എഗെയിൻ ഒരു വിത്തിൻ 2 months നമുക്കൊരു 2500 വാച്ച് അവേഴ്സ് കൂടെ കിട്ടി. അങ്ങനെ ടോട്ടൽ 4 monthsനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി. അപ്പോഴേക്ക് ഏകദേശം 3500 സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടാബ് വന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 week എടുത്തു കേട്ടോ നമുക്കത് അപ്രൂവ് ആയിട്ട് കിട്ടാൻ വേണ്ടി. അതിൽ ആഡ്സെൻസ് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല, നമ്മൾക്കത് നോക്കി പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് കിട്ടി. അങ്ങനെ ജനുവരി തന്നെ ഏകദേശം നമ്മളെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കണ്ടൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മ്യൂസിക് റിലേറ്റഡ് വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്തുകൊണ്ട് കോപ്പിറൈറ്റ് കണ്ടൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, എമൗണ്ട് വളരെ കുറവാണ് കയറുന്നത്. സോ മോണിറ്റൈസേഷൻ ജനുവരി ആയിട്ടും നമുക്ക് ഇതുവരെ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം മിനിമം $100 ആവണം പേ ഔട്ട് ചെയ്യണമെങ്കിൽ. 1 monthലായി നമുക്ക് നെക്സ്റ്റ് മന്ത് 20th ആകുമ്പോൾ പേ ഔട്ട് ഉണ്ടാകും. പക്ഷേ നമുക്ക് 2 months ആയിട്ടും $100 ഇപ്പോഴാണൊന്നും ആവുന്നത്. സോ ആയിട്ടുണ്ടെങ്കിലും പിന്നെ നെക്സ്റ്റ് മന്തേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ എനിക്ക് പറയാനുള്ളത്, പുതുതായിട്ട് തുടങ്ങുന്നവർ ഈ മ്യൂസിക് റിലേറ്റഡ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് മോണിറ്റൈസേഷൻ പെട്ടെന്ന് ആവുമായിരിക്കും, പക്ഷേ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫർദർ നമ്മളൊരു മോണിറ്റൈസേഷൻ മൈൽ സ്റ്റോൺ ആണെങ്കിൽ നമുക്കത് മാത്രമല്ലല്ലോ, നമുക്ക് ഗ്രോത്ത് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഒന്നും വരാത്ത നിങ്ങൾ ഓൺ കണ്ടൻറ്റ്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.